നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ഇരിങ്ങാലക്കുടയിൽ സ്റ്റോപ്പ് അനുവദിച്ച പാലരുവി എക്സ്പ്രസിന് സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം. യാഥാർത്ഥ്യമായത് യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യം. പാലരുവി എക്സ്പ്രസിന് ഇരുദിശകളിലും 1 മിനിറ്റ് വീതമാണ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. രാവിലെ വടക്കുഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ 9:38 എത്തി 9:39 വൈകിട്ട് തെക്ക് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ 5:32 എത്തി 5:33 യാത്ര തിരിക്കും. തിങ്കളാഴ്ച രാവിലെ എത്തിയ ട്രെയിനെ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ, റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി, BJP പ്രവർത്തകർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ട്രെയിനിലെ ലോക്കോ പൈലറ്റിനെ അസോസിയേഷൻ പ്രവർത്തകർ മാലയിട്ടും ബൊക്കെ നൽകിയും സ്വീകരിച്ചു. തൃശൂരിൽ നിന്നുള്ള ലോക്സഭാംഗവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അടിയന്തരമായി ഡൽഹിയിൽ എത്താൻ നിർദ്ദേശം ലഭിച്ചതിനാൽ പങ്കെടുക്കാനാകില്ലെന്ന് അറിയിച്ചു. മറ്റൊരു ട്രെയിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണെന്നും അന്ന് ഒരുമിച്ച് സന്തോഷം പങ്കുവയ്ക്കാമെന്നും സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ജോസഫ്, സെക്രട്ടറി PC സുഭാഷ്, വൈസ് പ്രസിഡന്റ് വിപിൻ പാറമേക്കാട്ടിൽ, ജോഷുവ ജോസ്, ടോണി റാഫേൽ, ബിജു പനങ്കൂടൻ, ഹരിപ്രസാദ്, റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി വർക്കിംഗ് പ്രസിഡന്റ് KF ജോസ്, വൈസ് പ്രസിഡന്റ് സോമൻ ശാരദാലയം, KK ബാബു, ആൻഡോ പുന്നേലി, പോൾസൺ പുന്നേലി, ഡേവിസ് ഇടപ്പള്ളി, ബിജു കൊടിയൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിഞ്ഞാലക്കുടയെ തൃശ്ശൂരിൻ്റെ 2ാം സ്റ്റേഷനാക്കി വികസിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതിനാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പാലരുവി എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് അനുവദിച്ചൊരു തുടക്കം മാത്രമാണ്. സത്യം പറഞ്ഞാൽ മെയ് മാസത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ PA കൊണ്ടുവന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചു. ജൂൺ 19 അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി. കഴിഞ്ഞ 10 കൊല്ലം നടക്കാത്തൊരു സംഭവമാണ്. MP മന്ത്രിയുമായ അദ്ദേഹം സമയമെടുത്ത് 1.5 മണിക്കൂറോളം ഇവിടെ എല്ലാവരുമായിട്ട് ചെലവഴിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങ് ഡൽഹിയിൽ അവിടെ റെയിൽവേ മന്ത്രിയുമായിട്ട് വരെ ചർച്ച നടത്തിയിട്ടാണ് ഈ പാലരുവിക്ക് ഇപ്പോൾ ഒരു സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിനും കൂടി ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കും. അന്ന് അദ്ദേഹം വീണ്ടും ഇവിടെ നേരിട്ട് വരും. അപ്പോൾ ഇതിനു മുമ്പ് ഇരിഞ്ഞാലക്കുടയിൽ ഒരു MP റെയിൽവേ വികസനത്തിന് വേണ്ടി ഇത്രയധികം പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന വർക്ക്, ഇവിടെ ഈ ടൈലിടുന്ന വർക്കും, സ്റ്റേഷൻ്റെ ടോയ്ലറ്റ്, ശൗചാലയം, പിന്നെ റെസ്റ്റ് റൂം, പുതിയൊരു AC റെസ്റ്റ് റൂമാണ് ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 മാസങ്ങൾക്കുള്ളിൽ ആ AC റെസ്റ്റ് റൂം അവരുടെ യാഥാർത്ഥ്യമാവുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ശ്രീ സുരേഷ് ഗോപിക്ക് വോട്ട് ചിലർ പ്രചരിപ്പിക്കേണ്ട, അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല, ഒക്കെ വെറും മിഥ്യയാണ്. യഥാർത്ഥ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ നേരിട്ടെത്തിക്കുന്ന ഇതുപോലത്തെ സംഭവങ്ങളാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത്. പിന്നെ റെയിൽവേ വികസനത്തിനെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഇന്നുണ്ട്. ആദ്യമായിട്ട് 78 കൊല്ലത്തിന് ശേഷം ഇന്ന് മിസോറാമിലേക്ക് ആദ്യമായിട്ട് തീവണ്ടി എത്തുകയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേ വികത്ത് നടക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംഭവം പാലരുവി ഒരു ചെറിയ തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വരാനുണ്ട്. ശ്രീ സുരേഷ് ഗോപി നമുക്കൊപ്പമുണ്ടാവും. ഒപ്പം ഇതിനെല്ലാം നമ്മുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളുണ്ട്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ്. വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അദ്ദേഹത്തെ ധരിപ്പിക്കാൻ അദ്ദേഹം എടുത്ത ഒരു പ്രവൃത്തി ശ്ലാഘനീയം തന്നെയാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ വലിയൊരു നന്ദി അറിയിച്ചു. ശ്രീകുമാർജിക്ക് വലിയൊരു നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ഇടവകയിൽ കത്തീഡ്രൽ പ്രൊഫഷണൽ CLCയുടെ ആഭിമുഖ്യത്തിൽ സീനിയർ ജൂനിയർ CLCയുടെ സഹകരണത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. ലതീഞ്ഞ്, നൊവേന, ആഘോഷമായ പാട്ടുകുർബാന എന്നിവയ്ക്ക് ഫാദർ വിനിൽ കുരിശുംതറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ദേവസി വർഗീസ് തയ്യിൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ജപമാല പ്രദക്ഷിണം നടന്നു. രൂപതാ ബിഷപ്പ് മാർപോളി കണ്ണൂക്കാടൻ സമാപന ആശീർവാദം നൽകി. തുടർന്ന് ജന്മദിന കേക്ക് മുറിക്കൽ, സ്നേഹവിരുന്ന്, വർണ്ണമഴ എന്നിവ നടന്നു. നമ്മുടെ പ്രദക്ഷിണം അമ്മ നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മെ
ഈശോയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ വ്യസനങ്ങളിലും വേദനകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയങ്ങളിലും പരാജയങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. വിവിധങ്ങളായിട്ടുള്ള നിയോഗങ്ങളായിട്ട് നാം ഈ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ആചരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഇരിങ്ങാലക്കുട ഷിവൽറി റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഘോഷയാത്ര, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. മുനിസിപ്പൽ കൗൺസിലർ സിജു യോഹന്നാൻ, ക്ലബ് പ്രസിഡന്റ് ബൈജു രാജൻ, സെക്രട്ടറി ബാബു, ഉത്തമൻ, രാജേഷ്, തോമസ്, ആന്റണി എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട മണ്ണാത്തിക്കുളം റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ മുനിസിപ്പൽ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് AC സുരേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരികളായ M രവീന്ദ്രനാഥ്, V ശിവശങ്കര മേനോൻ, സെക്രട്ടറി നന്ദൻ അമ്പാടി, സുനിത പരമേശ്വരൻ, ദുർഗ ശ്രീകുമാർ, V വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇതുവരെ എല്ലാ വർഷവും എന്നെ വാർഷികാഘോഷത്തിനായാലും ഓണാഘോഷത്തിനായാലും മുടങ്ങാണ്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നിരുന്നു സുരേഷ്. പ്രത്യേകം എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. സുരേഷ് പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകുടുംബങ്ങളായിരുന്നു ഓണാഘോഷം അല്ലെ. ഓണത്തിന് ഒരു മാസം മുമ്പേ തന്നെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങും. എല്ലാവർക്കും ഉപ്പേരികൾ ശേഖരിക്കാൻ ഒരു വട്ടി, പൂ പറിക്കാനായിട്ട് വേറെ പറ്റി, അങ്ങനെ ഞങ്ങൾക്ക് നെയ്പ്പിച്ച് തരാറുണ്ട്. പായ പനമ്പ് നെയ്ക്കിനോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്തു തരാറുണ്ട്. നമ്മളന്ന് വരവ് പൂക്കളും നല്ല പറമ്പിലും പാടത്തൊക്കെ ഉണ്ടാവുന്ന പൂക്കളൊക്കെ ശേഖരിച്ചിട്ടാണ്. പലതരം പൂക്കൾ ഉണ്ടാവാറുണ്ട്. ആ പൂക്കളൊക്കെ തലേദിവസം ശേഖരിച്ച് എല്ലാവർക്കും അങ്ങനെ ഒരു സന്തോഷം ഉള്ളൂ. ഇപ്പോൾ ഈ ന്യൂക്ലിയർ കുടുംബങ്ങളിൽ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാനും കൃഷ്ണമാരെയും അമ്മ മാത്രമേ ഉള്ളൂ. എന്ത് സന്തോഷം അല്ലെ, പിള്ളേരൊന്നും ഇല്ലാണ്ട് ഒരു സന്തോഷവും ഇല്ല. അങ്ങനെ പോന്നാലും ഇങ്ങനെ സന്തോഷിക്കാനൊക്കെ ഇതുപോലെ അസോസിയേഷൻ്റെ ഒരു പരിപാടികളൊക്കെ എത്തിച്ച് അവരൊക്കെ പറഞ്ഞു കൊടുക്കും. നമുക്കും ഭയങ്കര സന്തോഷം. അവർ കൊച്ചിലെ തന്നെ നേരിട്ട് പോകുന്നില്ലേ, കൂട്ടുകുടുംബത്തിലായിരുന്നില്ലല്ലോ. അപ്പൊ ചിലർക്കൊക്കെ കൂട്ടുകുടുംബം എന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് ഭൂമിയുടെയും സ്നേഹത്തിന്റെയും എല്ലാത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഈ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കാമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇരിങ്ങാലക്കുട വെസ്റ്റ് കോമ്പാറ ചിറയത്ത് കൊറിയൻ ജോയ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. മേരിക്കുട്ടി ഭാര്യയും ബ്രിട്ടോ, ബ്രിസ്റ്റി എന്നിവർ മക്കളുമാണ്. സുമി, നിധിൻ എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.